അപ്പം നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ ഹുബ്ലിയാണ് സ്റ്റേ ചെയ്തത്. ഹുബ്ലി നമ്മുടെ എന്താ പറയുക അമ്മൂൻ്റെ അയ്യത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഇന്നലെ ഈവനിങ് പോയി സ്റ്റേ ചെയ്തു. രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവരവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിപ്പം ഹുബ്ലി ടൗൺ ആണിത്. ഇവിടെ ആക്ച്വലി റെയിൽവേൻ്റെ മെയിൻ ഒരു ഓഫീസ് ഉണ്ട്. ആ റെയിൽവേയിലാണ് അമ്മൂൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുക കംപ്ലീറ്റ് കുറേ റെയിൽവേൻ്റെ ഓഫീസ്, അവരുടെ ക്വാർട്ടേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരു ചെറിയ ടൗൺ അല്ല, അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു ടൗൺ ആണ്. പക്ഷെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ടൈം ഏകദേശം 11 മണിയോടെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ്. കാരണം ഇന്നലെ നല്ല ഉറക്ക ക്ഷീണമായിരുന്നു. അപ്പോൾ വേഗം കിടന്നു. കുറച്ച് എന്താ പറയുക ലേറ്റായിട്ടാണ് എണീറ്റത്. കാരണം ഇന്നലെ നൈറ്റിൽ മെനയാന്ന് കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മള് അവിടെ ഇവിടെ അമ്പലത്തിലൊക്കെ പോയി ഉടുപ്പിയൊക്കെ പോയി നേരത്തെ രാവിലെ തുടങ്ങിയിട്ട് നമ്മള് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്തു. കുറച്ച് ലേറ്റ് ആയിട്ട് ക്ഷീണമൊക്കെ മാറ്റി ഉഷാറായിട്ട് ഇറങ്ങി. നമ്മൾ നേരെ പോകുന്നത് നമ്മളെ യാത്ര ഇവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ എടുക്കും ഗോവയ്ക്ക് പോകാനായിട്ട്. ഈവനിങ് നമുക്ക് അവിടെ ബീച്ച്, പിന്നെ മാർക്കറ്റ്, ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഗോവ നോർത്തിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഞങ്ങള് അങ്ങനെ NH67 കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 178 കിലോമീറ്റർ ഉണ്ട് ഇനി ഗോവ എത്താനായിട്ട്. നോക്കിയൊരു ടാങ്കർ നോക്കിയ ഓക്സിജൻ റെഫ്രിജറേറ്റഡ് ലിക്വിഡ് ആണ് അല്ലേ. ഹോസ്പിറ്റൽസിൽ കൊണ്ടുവന്നൊക്കെ ആയിരിക്കും അല്ലേ. 120 കിലോമീറ്റർ ഉണ്ട് ഗോവയ്ക്ക്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ് വണ്ടി. കണ്ടോ, ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോരാണ്. ഇപ്പോൾ തീർന്നിട്ടില്ല, 2 ദിവസമായി. ഇപ്പോൾ ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിൽ കയറിയപ്പം അവിടെ നിന്ന് ഒന്നും കൂടി സെറ്റാക്കി. ഓക്കെ, മുളകും ഇഞ്ചിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്താണ്. അപ്പം ഇത് കുടിക്കട്ടെ. ഇവിടെ മൊത്തം ചോളം കൃഷിയാണ് കേട്ടോ. പോകുന്ന വഴിയാണ്, ഹൈവേയുടെ സൈഡാണ്. ഇവിടെ കൂടുതലും ചോളം കൃഷിയാണ് ഞങ്ങളിപ്പോൾ കണ്ടില്ലേ. ഫുൾ ചോളത്തിൻ്റെ കൃഷിയുണ്ട്. അടിപൊളി ഗ്രീനറിയാണ്. ഈ ഒരു മഴക്കാലം ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു സുഖം വേറെ തന്നെയാണ്. ഹൈവേ ആണ്. ഇനി 122 കിലോമീറ്റർ ഉണ്ട് നേരെ പനാജിയിലേക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 55 റുപ്പീസ് ടോൾ കൊടുത്തു. അതിന് മാത്രമൊന്നുമില്ല, റോഡിൻ്റെ കൂടെ വലിയ ഇതൊന്നുമില്ല. ഇതിനാണ് അവർ പൈസ വാങ്ങിക്കുന്നത്. റോഡ് ബെറ്റർ ആണെങ്കിൽ പൈസ കൊടുക്കാം. നോക്കി എന്ത് റോഡാണ്. ഫുള്ള് നേരത്തെ കണ്ട റോഡിലാണ് നമ്മൾ വന്നത്. ഇപ്പോഴാണ് കുറച്ചൊന്ന് ബെറ്ററായി. നോക്കാം അങ്ങോട്ടേക്ക് എങ്ങനെ ആയിരിക്കും. അടിപൊളി സ്ഥലം, നല്ല പച്ചപ്പും ഹരിതാപം, അടിപൊളി. പുല്ലിന്റെ കൃഷിയാണെന്ന് തോന്നുന്നു. അതിനപ്പുറത്ത് കുറേ ചോളത്തിന്റെ കൃഷിയുണ്ട്. അവിടെ മണിയൊക്കെ കെട്ടിക്കൊക്കിട്ടുണ്ട്. കാറ്റങ്ങനെ ആടുന്നുണ്ട്. പന്നിയൊക്കെ വരാണ്ടിരിക്കാനായിരിക്കും, മൃഗങ്ങളൊക്കെ വരാണ്ടിരിക്കാനായിരിക്കും. പക്ഷേ ഈ മഴക്കാലത്ത് ട്രാവൽ ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഇപ്പോഴും എത്തിയിട്ടില്ല. അതിനിടയ്ക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായി, അത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു 3/4 മണിക്കൂറോളം അങ്ങനെ പോയി. ഇപ്പോഴും ഞങ്ങൾ ഒരു 90 കിലോമീറ്റർ ട്രാവൽ ചെയ്താലേ ഞങ്ങൾ ഗോവ എത്തുള്ളൂ. ഇപ്പം ഇതാ ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. ഓപ്പൺ ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കുരങ്ങനുണ്ടല്ലോ. കയ്യില്ല കേട്ടോ, മറ്റേ മുകളിൽ തന്നെ ഇതൊരു ചേച്ചി ഇവിടെ കുരങ്ങനെ ഒട്ടിക്കാണ്. നമ്മുടെ പണ്ടുള്ളതില്ലേ, എന്താ പറയാ, കാക്കേനെയൊക്കെ അങ്ങനെ എന്തോ ഒരു സാധനം. അത് വെച്ചിട്ട് കല്ലിട്ട് അടിച്ച് ഓടിക്കുകയാണ്. കാരണം അവർക്ക് ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ. ആ ഷോപ്പ് നമ്മൾ നേരത്തെ വെയിറ്റ് ചെയ്തില്ല ട്രെയിനാണിത്. ഇവിടെ പോയിട്ടില്ല, പോയിക്കൊണ്ടില്ല. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡ്രസ്സ്? ഞങ്ങൾ ഗോവയ്ക്ക് പോകില്ലേ, അതെ ഷർട്ട് വാങ്ങിയതാണ്. ഞങ്ങളിപ്പോൾ കർവാർ ഡിസ്ട്രിക്റ്റിലെ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ്. പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിക്കുള്ള മഴയാണ്. എന്ത് മഴയാണ്! ഇപ്പൊ തന്നെ കാണിച്ചുതരാം. ഇറങ്ങിയത് മുതൽ മഴയാണ്. ഇപ്പോഴും ഗംഭീര മഴ പെയ്തുകൊണ്ടിരിക്കലാണ്. കാണിച്ചുതരാം. ഗംഭീര മഴ പെയ്തുകൊണ്ടിരിക്കലാണ് ഇപ്പം. അപ്പോൾ അടിപൊളി ഒരു സ്ഥലത്താണ് ഞങ്ങൾ. പക്ഷെ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും മഴയാണ്.
നമ്മള് ഗോവയിലേക്ക് ഇനി പനാജിക്ക് ഒരു 75 കിലോമീറ്റർ ഉണ്ട്. കാലംകുട്ടി ബീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് ഗോവയിലെ കാലംകുട്ടി ബീച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഫുൾ കാട് തന്നെയാണ് രണ്ട് സൈഡും. ഒരു 50 to 51 കിലോമീറ്റർ ഇനി ഡ്രൈവ് ചെയ്താൽ നമുക്ക് ഗോവ നമ്മൾ വിചാരിച്ച കലംകുട്ടി ബീച്ചിൽ എത്താൻ പറ്റും. അവിടെ എത്തിയിട്ട് നമുക്ക് നേരെ നമ്മൾ റൂം എടുക്കും അല്ലേ? നേരെ റൂമിൽ പോവും, ഫ്രഷ് ആവണം, പിന്നെ എന്നിട്ട് ബീച്ചിലേക്ക് പോകണം. പിന്നെ നീണ്ടു പരന്ന് കിടക്കുന്ന ഹൈവേ ആണ്. നമുക്ക് നല്ല കിണ്ണ റോഡാണ്, ഇവിടെ റോഡാണ്. ഈ കാടും കൂടി ആകുമ്പോഴത്തേക്ക് എന്തൊരു ഭംഗി, വേറൊരു ലെവലാണ്. പിന്നെ മഴ, അതെ, മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, നല്ല പച്ചപ്പുള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നവംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ബെസ്റ്റ് ടൈമാണ് ഓഗസ്റ്റ് ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ആ മുമ്പിൽ കാണുന്നതേ ഒരു കേരള ബസ്സാണ്. വായിക്കാണ്. ഞാൻ വായിച്ചത് വേറെ, നിങ്ങളെന്താ വായിക്കുന്നത് പറഞ്ഞത്? നമ്മളങ്ങനെ ഗോവ എത്തി രാവിലെ മുതൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ. അതിനുശേഷം ഒന്നും കഴിച്ചില്ലല്ലോ, നല്ല വിശപ്പ്. അപ്പോൾ ഇവിടെയാണ് KFC ഉണ്ടത്. ഞങ്ങളിവിടെ എത്തി. അതല്ല, നമ്മള് ഗോവ കൂടി എത്തി. ഞങ്ങൾ ഗോവ റീച്ച് ചെയ്തു. ഇനി നമുക്ക് കലകുട്ടി ബീച്ച് അല്ലേ? ആ ബീച്ചിൻ്റെ അടുത്ത് നമ്മൾ അവിടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്കൊരു സ്റ്റേ എടുക്കണം. അത് നമുക്ക് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് വേണം ബീച്ചിൽ പോകാൻ. രാവിലെ കഴിച്ചില്ല. ഇപ്പോൾ ഏകദേശം ടൈം 5:30 വൈകുന്നേരം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയാണ്, പിന്നെ ഒന്നും കഴിച്ചില്ല. ഇന്ന് നോക്കിയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഒന്നും കഴിക്കാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം വിശപ്പിൻ്റെ വിളി അകറ്റിട്ട് എന്ത് ചെയ്യണം. ഇപ്പം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സോ നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ 4 പീസ് റോസ്റ്റഡും 4 പീസ് സ്മോക്ഡുമാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 2 പെപ്സി. ഹലോ മാഡം, യു ആർ വെരി ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങളിത് നല്ല രുചിയുണ്ട് അല്ലേ? അങ്ങനെ ഞങ്ങൾ KFC ഒക്കെ തട്ടി ഇനി നേരെ കലംകുട്ടി ബീച്ചിലേക്ക് ഈവനിങ്ങാണ് നമ്മൾ പോകുന്നത്. കാരണം അതിൻ്റെ അടുത്ത് ആ ബീച്ചിലാണ് നമ്മൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോകണം. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട് ആ ബീച്ചിലേക്ക്. ഗോവയിൽ നിന്ന് പെട്രോൾ അടിക്കുകയാണ്. ഇവിടെ ലിറ്ററിന് 96 രൂപ 44 പൈസയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് അടിക്കാൻ നോക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത്രയും കുറച്ച് പേരെ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഇതുവരെ അടിച്ചത് 104, 106 ഇതിനൊക്കെയാണ് നമ്മൾ അടിച്ചത്. 96 കണ്ടപ്പോൾ ഇവിടെ ആക്രാന്തം നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാൻ. നമുക്ക് രണ്ടാമത്തിന് കൂടി അടിച്ചാലേട്ടാ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ അങ്ങനെ കലംകുട്ടി ബീച്ചിൻ്റെ അടുത്ത് നമ്മൾ റൂം എടുത്തു. റൂം കാണിച്ചു കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് ഇപ്പം നമ്മൾ കയറിയതേ ഉള്ളൂ. ഇനി നേരെ നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് റൂം. ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് കയറി വരുമ്പം. പിന്നെ ഒരു കബോർഡുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂം. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം. ഓക്കെ. നമ്മൾ ഇവിടെ നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് നല്ലൊരു ബാൽക്കണി ഉണ്ട്. അവിടെ കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യാൻ പറ്റും, നോക്കാം. ഓപ്പൺ ചെയ്യട്ടെ. സോ തുറന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഇവിടെ 2 ചെയറൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടേബിളുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ നല്ല സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ടൈമായി, ഏകദേശം 8 മണി ഇപ്പം. പക്ഷേ ബീച്ച് കാണണമെന്ന് ആഗ്രഹം കാരണം ഗോവ എത്തിയിട്ട് ഇങ്ങനെ ബീച്ച് കാണാണ്ട് ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക്. ഞങ്ങൾ ആക്ച്വലി ലേറ്റ് ആയതാണ് പറ്റിയത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് 8 മണി. എന്നാലും ഗോവ കാണാനുള്ള ആക്രാന്തത്തോടെ. അതെ, ബാക്കി നാളെ രാവിലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഇപ്പോൾ ബീച്ച് കാണട്ടെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ കൂടി പോകണം. ഷോപ്പിംഗ്. ഞങ്ങളുടെ കംഫർട്ടർ ഉണ്ടോ കെട്ടിയിട്ടത്?
അതൊക്കെ ആവശ്യം വരും, കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ ആവശ്യം വരും വിചാരിക്കുന്നു. ഞങ്ങൾ എടുത്ത റൂം അടിപൊളി ആംബിയൻസ് ഉള്ള നല്ല റൂം. നാളെ രാവിലെ കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ കാണിച്ചു തരാം. റൂമിൻ്റെ അകത്ത് മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ, പക്ഷേ പുറത്ത് അടിപൊളിയാണ്. ഫുള്ള് അവർ മരങ്ങൾ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ബാൽക്കണി. അതെ അതെ. ഓക്കെ, അപ്പം നേരെ നമുക്ക് ബീച്ചിലേക്ക് പോകാം. അപ്പം നമ്മൾ കലങ്കുത്തി ബീച്ചിലേക്ക് പോവാണ്. ഞങ്ങൾ വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ ഭയങ്കര ട്രാഫിക്, അവിടെ നിന്നും സ്ഥലമില്ല പാർക്ക് ചെയ്യാൻ. അപ്പം ഞങ്ങൾ വണ്ടി ഒരു 400 മീറ്റർ നടക്കാനുള്ള ബീച്ചിലേക്ക്. അപ്പം ഫുൾ കളർഫുൾ ആണ്. അപ്പം ഞങ്ങൾ നടക്കുവാണ് ബീച്ചിലേക്ക്. ഇതേ വീട്ടിലേക്കൊക്കെ വിളിക്കുവാണ്. എനിക്ക് തോന്നുന്നു ബൈക്ക് റെന്റലാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി ബൈക്ക് എടുത്ത് പോകണമെങ്കിൽ ബൈക്ക് എടുത്ത് പോവാം. ഇവിടെ റെന്റലെല്ലാം അവൈലബിൾ ആണ്. ഇതാണ് ബീച്ചിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഫുൾ ലൈവാണ്. ഫുൾ ഡ്രസ്സുകളും കാര്യങ്ങളും ബീച്ചിലേക്ക് ഇടുമ്പോഴുള്ള നിങ്ങൾക്ക് ഇവിടുന്ന് കളർഫുൾ ഡ്രസ്സല്ലേ, ഞങ്ങളും കളർഫുൾ ഡ്രസ്സാണ് എന്നിട്ടുള്ളത്. അപ്പം കളർഫുൾ ഡ്രസ്സെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നാലും വാങ്ങിക്കാം. ഫുൾ ഷോപ്പുകളും ഓണാണ്. ഇവിടെ മുഴുവൻ നമുക്ക് ലിക്കറിൻ്റെ ഷോപ്പാണ് കുറേ കാണാനുള്ളത്. ഇതേ ഒരു ലിക്കറിൻ്റെ ഷോപ്പ്. മാർക്കറ്റ് ഭയങ്കര ആക്റ്റീവാണ് ഇപ്പം. നമ്മളിപ്പം കലക്കൂട്ട് ബീച്ചിലേക്കുള്ള വഴിയാണ്. ആ വഴിയാണ്. ഇപ്പോൾ നേരെ ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കലങ്കൂട്ട് ബീച്ചിലെത്താൻ പറ്റും. എല്ലാം ലിക്കറിൻ്റെ ഷോപ്പ് ഇഷ്ടം പോലെ അനവധി നിരവധി. ഓരോ സ്ഥലത്ത് ഞങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഞങ്ങൾ ഓരോ സ്ഥലത്തെത്തിയാലും അവിടുത്തെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് സോനേസ് ഞങ്ങളെ വീട്ടിലേക്ക് അത് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ഇവിടുന്ന് നിങ്ങൾ എന്താ വാങ്ങാമെന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കലാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ് എന്നൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെറൈറ്റി ബാഗുകളൊക്കെ നല്ല ഭംഗിയുള്ള भैया 350. വന്നു കഴിഞ്ഞാൽ ടാറ്റൂം പറഞ്ഞ് നിങ്ങൾ എല്ലാവരും വിളിക്കും. 20 രൂപയ്ക്ക് ടാറ്റു എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു കാര്യത്തിലും പോകാതിരിക്കുക. കാരണം ഒട്ടും സേഫ് അല്ല അതൊന്നും, അങ്ങനത്തെ കാര്യം. കാരണം അവർ പല അസുഖങ്ങളും ഇൻക്ലൂഡിങ് എയ്ഡ്സ്. കാരണം അതൊന്നും ഒട്ടും സേഫ് അല്ല. നിങ്ങൾ ആ നീഡിൽസൊക്കെ അവർ യൂസ് ചെയ്ത് തന്നെ ആയിരിക്കും. ടാറ്റു ഒക്കെ ചെയ്യുന്നത് എപ്പോഴും പക്ക പ്രൊഫഷണലായിട്ടുള്ള അവിടെ അടുത്ത് മാത്രം ചെയ്യുക. ഇവിടെ വന്നിട്ടൊന്നും ഒരിക്കലും ടാറ്റു ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഒട്ടും സേഫ് അല്ല. ആക്റ്റീവാണ് ഗോവ. ആ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നൈറ്റാണ്, ഏകദേശം 8:30 ആയി. അപ്പോൾ നമ്മളങ്ങനെ ബീച്ചിൽ കുറേ അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് നമ്മളിപ്പം നേരെ റൂമിലേക്ക് പോവാണ്. കാരണം ഓൾറെഡി കുറേ ടൈമായി. ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു കലക്കട്ടി ബീച്ച്? ഞാൻ ആദ്യമായിട്ടല്ലേ ഗോവയിലേക്കൊക്കെ വരുന്നത്. സൂപ്പറായിരുന്നു. ഭയങ്കര കളർഫുള്ളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ബീച്ചിൽ ഇത്രയും സമയമൊന്നും സ്പെൻഡ് ചെയ്യില്ല. നിന്നു, നടന്നു, കുറേ ഫോട്ടോസ് എടുത്തു, അങ്ങനെ പല പല കാര്യങ്ങൾ നടന്നു. നാളെ രാവിലെ
വീണ്ടും വരണം. അതെ, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അല്ല, വെള്ളത്തിൽ നിന്ന് നമ്മൾ കളിച്ചിട്ടില്ല. നാളെ രാവിലെ വെള്ളത്തിൽ ഇറങ്ങണം. കുറെ പിന്നെ നൈറ്റ് കൊണ്ട് അവർ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. അവിടെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട്, റൂമിൽ പോയിട്ട് കുറച്ച് കുക്ക് ചെയ്യണം പറ്റുമെങ്കിൽ അല്ലേ. പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഈ വീഡിയോ ഞാൻ അവിടെ ജോയിൻ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും ബൈ. അപ്പോൾ ചെറിയ ഷോപ്പിങ്ങിലൊക്കെയാണ്. ഇതിനൊക്കെ 50 റുപ്പീസാണ് വില. ഇത് ഞാൻ പറഞ്ഞേരേ, ഇത് കണ്ടോ, ഇത് നമ്മളെ കടപ്പുറത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇത്തളില്ലേ, ഇത്തളും ശംഖും കൂടി പെയിന്റ് അടിച്ച് വെച്ചത്. ശംഖു പിച്ചത് നമ്മൾ ശംഖും എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? ആണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.